മനുഷ്യരാ ഒരു സംശയം ചോദിച്ചു. ഈ കള്ളപ്പത്തിനകത്ത് കള്ളൊഴിക്കുന്നുണ്ട്. അതിന് ഈ കള്ളൊഴിക്കുന്നത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി നല്ല ടേസ്റ്റുമാണ്, നല്ല പഞ്ഞി കണക്കിരിക്കും. പിന്നെ വേറെ ഏതാ ഒഴിക്കുന്നത്? അതിനകത്ത് തേങ്ങയുണ്ട്. അതായത് 1 കിലോയ്ക്ക് 2 തേങ്ങ തരും. തേങ്ങ വറുത്തിടണം അല്ലേ? തേങ്ങ അരച്ച് കയറ്റുക, പിന്നെ പഞ്ചസാര, ഉപ്പ് കഴിച്ചു. നമ്മുടെ കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. മണിച്ചേട്ടൻ ഇപ്പോഴത്തെ പ്ലേറ്റിലേക്ക് എടുക്കും. എന്താ അടിപൊളി. ഒന്ന് കഴിച്ചു നോക്കി. നല്ല ചൂടായിരിക്കും. ഊതി കഴിക്കണം. പറഞ്ഞ പോലെ തന്നെ ആ തേങ്ങയുടെയും പഞ്ചസാരയുടെയും ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. സോഫ്റ്റ് പതപതാതിരിക്കുന്നത്. അപ്പം നമ്മുടെ നല്ല പഞ്ഞിയാണ് ഇരിക്കണോ? അയ്യ അടിപൊളി. അപ്പോൾ ഈ കള്ളപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഈ സോഫ്റ്റ് കള്ളപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ന്യൂയോർക്ക് വരിക. ഈ ന്യൂയോർക്കിലോ വരാവുള്ളൂ, വേറെ ന്യൂയോർക്കിലൊന്നും പോയേക്കല്ലോ. ന്യൂയോർക്ക് സിറ്റി ഇവിടെ വന്നാലേ ഈ കള്ളപ്പം കിട്ടത്തുള്ളൂ. ആ ന്യൂയോർക്ക് കിട്ടൂല. അതുകൊണ്ട് അല്ലേ മനസ്സിലാ. അത് തന്നെ. മസാല തേക്കുക ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കാം. അതിൻ്റെ ഒരു വശം വെന്ത് മൺചട്ടി അടുത്ത വശം വേവിക്കുന്നതിന് വേണ്ടി തിരിച്ചിടുകയാണ്. ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞണ്ടെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതിന് വേറൊരു പേരുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കമ്മട്ടി എന്നാണ്. കമ്മട്ടി എന്നാണ് ഞണ്ടിൻ്റെ യഥാർത്ഥ പേര്. ഇത് കായൽ ഞണ്ടാണ്. നല്ല എണ്ണയെല്ലാം പിടിച്ച് നല്ല ഒന്നാന്തരമായിട്ട് അടിപൊളി കണ്ട. കറക്റ്റ് ഇതാണ് കറക്റ്റ് കണ്ട. അപ്പോൾ ആദ്യം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ തന്നെ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വരുമ്പോഴാണല്ലോ നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ്, ആ പച്ചമുളകും കൂടി ഇട്ട് അരച്ചാണ് ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് രണ്ടും കൂടെ വന്നപ്പോഴാണ് നല്ല രസം. നല്ല എടുത്തിരിക്കട്ടെ, നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്.